തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്നലെ സുഭാഷിതം ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. വീഡിയോയിൽ ശരിക്കും നമ്പർ വെച്ചിരിക്കുന്നത് സംഭാവനകൾ അയക്കാനും പരസ്യങ്ങൾ തരാനും ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരാനും ഒക്കെയാണ്, പുതിയ വിഷയങ്ങൾ അയക്കാനുമാണ്. പക്ഷെ വ്യാപകമായി ആളുകൾ പല യൂണിയന്റെയും പല സംഘടനകളുടെ നേതാക്കളും അല്ലാത്തവരെയും കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ എന്നെ വ്യാപകമായി വിളിച്ചു. എവിടെ ഉത്തരവ്, വേണ്ട ബഹളമായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞത് സുഭാഷിതം ചാനലിൽ കൂടി നിങ്ങൾ കാണണം, അതിനാണ് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നത്. സുഭാഷിതം ചാനലിൽ ഞാൻ പറഞ്ഞത് 8ാം മാസം നിസാമുദ്ദീൻ IAS എന്ന് പറയുന്ന മിഷൻ ഡയറക്ടർ LSGDയുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച ഒരു കത്തുണ്ട്. അതിനകത്ത് സാലറി പാറ്റേൺ പറയുന്നു. ഈ സാലറി പാറ്റേൺ പറയുന്നതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതുകൂടി നമുക്ക് ചർച്ച ചെയ്ത് പോകാം. ഈ സാലറി പാറ്റേണിൽ പിന്നെ ഇവരുണ്ടല്ലോ, നമ്മുടെ എഞ്ചിനീയർമാരുടെ സാലറിയെ കുറിച്ച് പറയുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതിൽ പറയുന്നതല്ല എഞ്ചിനീയർമാരുടെ സാലറി, കൊടുത്തിരിക്കുന്നതിലല്ല എഞ്ചിനീയർമാരുടെ സാലറി. ബാക്കിയുള്ള ആളുകളുടെ സാലറിയൊക്കെ വളരെ രസകരമാണ്. അത് ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് അംഗീകരിച്ചൊരു കാര്യം അംഗീകരിച്ചില്ല എന്നെനിക്ക് പറയാൻ പറ്റുമോ? NREGS 319/2023 ആണ് D1 എന്നാണ് നമ്പർ. 7/8/2020. കുറച്ച് ആധികാരികമായിട്ട് തന്നെ പോകാൻ നമുക്ക്. 7/8/2025 അയച്ചത്. അതിൽ അക്കൗണ്ടന്റ് കം IT അസിസ്റ്റന്റ് 24,040 രൂപ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ EFMS ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അവർക്കാണ് 24,040 രൂപ, അത് 32,550 രൂപയാകും. MGNREGS ഓവർസിയർമാർക്ക് 24,040 എന്നുള്ളത് 1,500 PTA ചേർത്ത് 32,550 ആകും. അക്രഡിറ്റഡ് എഞ്ചിനീയറുടെ വേറെ റേറ്റാണ്, അത് ഞാൻ പറയാം. അവിടെയാണ് ഒരു കുഴപ്പം വന്നത്. അക്രഡിറ്റഡ് എഞ്ചിനീയർമാർക്ക് നിസാമുദ്ദീൻ IAS പ്രപ്പോസ് ചെയ്ത പണമല്ല ഫയലിൽ പിന്നെ വേറൊരു നിർദ്ദേശമായി വന്നത്. അവിടെ എവിടെയോ വെച്ചൊരു വെട്ടിയിട്ടുണ്ട്. അത് ആരാണ് അവിടെ വെട്ടിയെന്നറിയില്ല. എന്തായാലും അവർക്ക് ഗുണകരമായിട്ടാണ് അത്. അങ്ങനെ വന്നതും കൂടി കൊണ്ടാണ് വീണ്ടും ഒരു കൺഫ്യൂഷൻ വന്നു എന്നൊരു വർത്തമാനമുണ്ട്. എനിക്കറിയില്ല അതിന്റെ വിശദാംശങ്ങൾ. ജില്ലാ ITPക്ക് 31,460 37,800 അത് 37,800 ആവും. സ്റ്റേറ്റ് ITPക്ക് 35,300 എന്നുള്ളത് 46,230 ആവും. അസിസ്റ്റന്റിന് 21,175 എന്നുള്ളത് 23,410 ആകും. ജില്ലാ എഞ്ചിനീയർക്ക് 40,020 എന്നുള്ളത് 46,230 ആകും. സ്റ്റേറ്റ് MFES കൺസൾട്ടന്റിന് 50,000 പ്ലസ് 1,000 എന്നുള്ളത് 60,140 ആവും. ഇത് ഈ നിസാമുദ്ദീൻ തന്നെ കത്തിൽ എഴുതുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യത എന്ന് വരാം, അല്ലെങ്കിലും വരില്ല സാമ്പത്തിക ബാധ്യത. പിന്നെ എഞ്ചിനീയറുടെ കാര്യം കൂടെ പറഞ്ഞു ഞാൻ വരാം. 37,500 പ്രപ്പോസൽ, അത് 46,230 ആയി. അപ്പൊ ഇതിലൊരു ചെറിയ വ്യത്യാസം വന്നു. നേരത്തെ കൊടുത്ത പ്രപ്പോസലുമായിട്ട് ചെറിയൊരു വ്യത്യാസം വന്നു. ശരിക്കും പറഞ്ഞാൽ 6%, 5 മുതൽ 6% വരെയായിരുന്നു നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എടുക്കാൻ പറ്റിയിരുന്നത് പ്രോജക്റ്റിന്റെ. ഇപ്പൊ 9% എടുക്കാം. അതുകൊണ്ട് പൈസയൊന്നും വിഷയമല്ല, സാലറി കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനിടയിൽ ഇലക്ഷന് തൊട്ടുമ്പോ ഒരു വീഡിയോ, ഞാനിത് ചെയ്യാനൊരു പശ്ചാത്തലമുണ്ട്. നമ്മൾ വെറുതെ ഇരുന്ന് ഈ റീച്ച് കിട്ടാൻ വേണ്ടി തള്ളുന്നതല്ല. ഇലക്ഷന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ ഒരു വീഡിയോ, ഒരു യൂണിയൻ നേതാവിന്റെ വീഡിയോ പോപ്പുലറായി പറക്കുന്നുണ്ടായിരുന്നു. അതിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഇത് തീരുമാനമായി, ഉത്തരവായി, ഇനി അത് താഴെ പോയി ടൈപ്പ് ചെയ്ത് ഏതെല്ലാം ഘടകങ്ങളിൽ പോകണം ടൈപ്പ് ചെയ്ത് താഴെ വന്ന് ഉത്തരവ് ഇറങ്ങിയാൽ മതി, അതിന്റെ 2 ദിവസം മതി, ഇലക്ഷൻ മുമ്പ് ഇറങ്ങുന്ന പറഞ്ഞ്. അപ്പോഴാണ് ഇന്നലെ ഫയൽ ട്രാക്ക് ചെയ്ത് നോക്കിയവർ പറയുന്നു ഇത് LSGD മന്ത്രിയുടെ അടുത്താണ് ഉള്ളത്. ഞാൻ പറയുന്നു, വളരെ കൃത്യമായി പറയുന്നു, എനിക്ക് സെക്രട്ടേറിയറ്റിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് ഈ ഫയൽ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ ചില കുറേ പരിപാടികളാണ് ഉള്ളത്. മാത്രമല്ല CITUവിനെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട സംഘടന ഇതിന്റെ പിന്നിലുണ്ട്. അവർ ശക്തമായിട്ട് ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പാസ്സാകും. പിന്നെ നാളെ രാവിലെ ഉത്തരവാകുമോ മറ്റന്നാൾ രാവിലെ ഉത്തരവാകുമോ എന്ന് എന്നോട് ചോദിക്കരുത്. കാരണം സർക്കാരിന്റെ ഒരു നടപടിക്രമം ഉണ്ടല്ലോ. ഏതൊരു ഉത്തരവിനും ഫയലിൽ ഒപ്പുവെച്ചാൽ പിന്നെയും എടുക്കും കുറച്ച് സമയം. ആ സമയമൊക്കെ വരും. പക്ഷെ നമ്മൾ ഇതിൽ പറയുമ്പോൾ ഉടനെ ഇറങ്ങും, നാളെ രാവിലെ ഇറങ്ങുമെന്ന് പറയും. പക്ഷെ അത് വീഡിയോയുടെ ഒരു ലൈൻ അതാണല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ എപ്പോഴും എന്ത്യൂസിയാസം വരുത്താൻ വാർത്ത പറയും. പക്ഷേ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മിനിസ്റ്റർ ഓഫീസിൽ നിന്നും ധനകാര്യ വകുപ്പിൽ നിന്നും LSGDയുടെ വകുപ്പിൽ നിന്നും ഒക്കെ എനിക്ക് കിട്ടുന്നത്, യൂണിയൻ നേതാക്കളിൽ നിന്നുമൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. തത്വത്തിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യൂണിയൻ നേതാക്കൾ നേരത്തെ പറഞ്ഞതും, അല്ലാതെ അവർ കള്ളം പറഞ്ഞതല്ല. അതുകൊണ്ട് ഇത്
തീർച്ചയായിട്ടും ഒരു കോള് അടിച്ചിട്ടുണ്ട്. ജീവനക്കാർക്ക് സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ശമ്പളം കൂട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും ഡിമാൻഡ് ചെയ്യാം, കാരണം നിങ്ങൾക്ക് 9% സാലറി വരുന്നുണ്ട്.